അമ്മ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്ന് രമേശ് പിഷാരടി. 4 വനിതകൾ വേണമെന്ന ബൈലോ പ്രകാരം താൻ മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്നാൽ താൻ പരാജയപ്പെട്ടതായി വ്യാഖ്യാനിക്കപ്പെട്ടു. തിരുത്തൽ ആവശ്യപ്പെട്ട് അമ്മയ്ക്ക് കത്ത് നൽകിയെന്നും അടുത്ത ജനറൽ ബോഡിയിൽ വിഷയം പരിഗണിക്കാമെന്ന് സെക്രട്ടറിയും പ്രസിഡന്റും അറിയിച്ചുവെന്നും പിഷാരടി കൊച്ചിയിൽ പറഞ്ഞു. ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ജയിച്ചേ പറ്റുള്ളൂ. പക്ഷേ വളരെ മാതൃകാപരമായിട്ട് നമ്മുടെ സംഘടന ഇപ്പം എനിക്ക് വോട്ട് കിട്ടിയിരുന്നെങ്കിലും എന്നേക്കാൾ വോട്ട് കുറവുള്ള ഒരു വനിതാ കാൻഡിഡേറ്റിന് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ സഹോദരിയായിട്ടുള്ള അൻസിബയാണ്. അൻസിബേനെ ഉൾപ്പെടുത്താമെന്ന് വെച്ചു. അൻസിബയൊക്കെ വളരെ ആക്റ്റീവ് മെമ്പറാണ്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അൻസിബയെ അങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചു. എനിക്കതിൽ യാതൊരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മാറുന്നു. അവിടത്തേക്ക് ഒരു വനിതാ കാൻഡിഡേറ്റ് കയറി വരുന്നു. അത് നല്ലതാണ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം സംഘടന ഒരു പത്രസമ്മേളനം വിളിച്ച് കൃത്യമായിട്ട് ഇന്നതാണ് നടക്കുന്നത്, ഇന്നതാണ് ചെയ്തതെന്ന് പറഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇത്ര ആളുകൾ ജയിച്ചു, ജയിക്കാത്തവരെല്ലാം തോറ്റു എന്നുള്ള ഒരു ചിന്തയിലോട്ട് വരികയും ഞാൻ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലൊരു വാർത്ത വന്നപ്പോൾ ഞാൻ അമ്മയെ അറിയിച്ചു, അതൊന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നു.